ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? മുത്തുമണി സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നിങ്ങളൊക്കെ പറഞ്ഞ ഹോം ടൂർ വീഡിയോ ആയിട്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പുറത്ത് മുറ്റത്ത് ഇറങ്ങി വീഡിയോ എടുക്കാനുള്ള മടി കൊണ്ടും പിന്നെ പുതിയ വീടും കാര്യങ്ങളും അയൽവാസികളൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സമ്മലൊക്കെ കാരണം നമുക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. സൗണ്ട് ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല. ഭയങ്കര ചുമ വെള്ളത്തിൻ്റെ തോന്നുന്നു കേട്ടോ. ഇവിടെ ബോറിങ് വെള്ളമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ റിൻഷിമുളകും ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കും ചെറുതായിട്ട് വെയ്യാണ്ട് ഹോസ്പിറ്റലൊക്കെ പോയി വയറുവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ നേരത്തിന് കഴിക്കാണ്ടൊക്കെ. അപ്പോൾ പിന്നെ ടൗണിൽ പോയി ഓരോ സാധനങ്ങൾ എടുക്കാനും അവിടുത്തെ പണി ഇവിടുത്തെ പണിയൊക്കെ പാടെ ക്ഷീണമായി. അപ്പോൾ ഞാൻ നമ്മുടെ കുറച്ച് കളിക്കുട്ടന്മാരെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജോഡി 50 അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കളറായിട്ട്. അപ്പോൾ ഇതെന്തായാലും ഇത് വാങ്ങിച്ചാൽ വെറുതെ ഇടണ്ടാവും വിചാരിച്ചിട്ട് കളറായിട്ടൊരു കിടക്കട്ടെ ലഹരി ഭംഗിക്ക് പറഞ്ഞിട്ട് ജോഡി 50 രൂപ കേട്ടോ. 50 രൂപയുള്ളൂ മീനിന്. അപ്പോൾ മറ്റേത് 70 കേട്ടോ ഒരെണ്ണം, ഈ വരവരുള്ളത്. അപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് 4 എണ്ണം മേടിച്ചു, ജോഡി 50. അപ്പോൾ ഇത് മാത്രം കേട്ടോ 70, 2 എണ്ണം ജോഡി 70. അപ്പോൾ എന്തായാലും ഭംഗിയുണ്ടെങ്കിൽ പറയണം കേട്ടോ മുത്തുമണീസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ, ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗം. ഇത് അതിൻ്റെ അടിയിൽ ഫ്രണ്ട് സൈക്കിളൊക്കെ അവിടെ നിർത്തി. നമുക്ക് വീട്ടിലേക്ക് കയറി വരണമെങ്കിൽ ഇതിൽ കൂടെ കയറി വരണം കേട്ടോ. ഇതിൽ കൂടെ ഇവിടെ വേപ്പ് പുളിങ്ക ഒക്കെ ഉണ്ട് കേട്ടോ. താഴെ വലിയൊരു മുറ്റുണ്ട്, ഞാനത് പിന്നെ കാണിക്കാം കേട്ടോ. ഇറങ്ങാനുള്ളൊരു മടി കാരണം അങ്ങനെ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ കേട്ടോ. പിന്നെ നമ്മുടെ ഇതൊരു കോമൺ ബാത്റൂമാണ്, പുറത്തുള്ള യൂസ് ചെയ്യാം. പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വെയിലടിക്കണോണ്ട് ഞാനൊരു പട്ടിക അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രമ്മും കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതായത് ഓണർ ചേച്ചിൻ്റെ മോളുടെ വീടാണ്. അപ്പോൾ ഇത് അവരിൻ്റെ വീടാട്ടോ, ഓണറിൻ്റെ വീടാണ്. പിന്നെ അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഹാള് മെഷീൻ ഇട്ടിട്ടുണ്ട്, TV വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉമ്മാൻ്റെ കട്ടിൽ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഹാള് കേട്ടോ. നമുക്ക് ക്ലിയറായി കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഹാള്. ഇവിടെ പിന്നെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പം പിന്നെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട്. ഇവിടെ തുണികളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തുണികളിങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ആണിയൊന്നും അടിക്കാൻ പറ്റില്ല എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഇതൊക്കെ ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ, നമുക്ക് ഒട്ടിക്കാനോ ഒന്നിനും പറ്റില്ല. പിന്നെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചുമരിൽ. ഇത് സിറ്റ് ഔട്ടാട്ടോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫോട്ടോസുകളൊക്കെ നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഇതാട്ടോ നമ്മുടെ മെയിൻ. അത് തുറന്നത് അത് വീണു, ശരി കുഴപ്പമില്ല. ഇത് മെയിനാട്ടോ ഇതിൻ്റെ. അപ്പം ഞാനതൊന്ന് എടുത്ത് വെക്കട്ടെ ഫോട്ടോ. എന്ത് പറ്റിയെന്നറിയില്ല, ഖുർആൻ വീണു. അതിൻ്റെ മേലെ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വലിയപ്പൻ അവിടെ കൊണ്ട് വെച്ചു. അങ്ങനെ നമുക്ക് നേരെ പോണത് നമ്മളെ സിറ്റ് ഔട്ട് കേട്ടോ. സിറ്റ് ഔട്ട് ഇവിടുന്ന് നമുക്ക് വാതിലൊക്കെ തുറക്കാം. പിന്നെ അവിടെ ചെയർ വെച്ചിട്ടുണ്ട്, തുണികളും ഇടാം കേട്ടോ. ഇതാട്ടോ നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം അവിടത്തേനെക്കാട്ടി നീളമുള്ള സിറ്റ് ഔട്ടാണ്. അയലൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റും കേട്ടോ. സ്കൂളാണ് അപ്പുറത്ത്. ഇതാ വീടുകൾ, അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ വരുന്നത് നമ്മുടെ അടുക്കളയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക് ഏരിയ, കിച്ചൺ അല്ലേ. അപ്പോൾ അത്യാവശ്യം അരി സാധനങ്ങളൊക്കെ ഞാൻ ഈ ഭാഗം സ്റ്റോർ റൂം പോലെയാണ് കേട്ടോ. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ വന്ന പാടമൊക്കെ അങ്ങനെ വെച്ച് കേട്ടോ. ഇനിയൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി തക്കാളിയൊക്കെ വാങ്ങി ഇവിടെ സെറ്റ് ചെയ്ത്. പിന്നെ കുടിക്കാനുള്ള വെള്ളം 2 കുടം മാത്രം കേട്ടോ. ബോറിങ് വെള്ളം ഡയറക്റ്റായിട്ട് പൈപ്പിൽ വരുമ്പോൾ പിടിച്ച് വെക്കണതാണ്, നമുക്ക് ചോറ് വെക്കാനും കുടിക്കാനൊക്കെ. പിന്നെ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചു. പിന്നെ ജനൽ. പിന്നെ നമ്മൾ 3 കപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഫ്രീ തന്നു കപ്പ് റജിക്കുട്ടിക്ക്. പിന്നെ ഈ ഒരു കപ്പ് 30 രൂപ കേട്ടോ. അപ്പോൾ ഭംഗി കണ്ടപ്പോൾ ഞാൻ മേടിച്ചാട്ടോ, കുട്ടികൾക്ക് ചായ കുടിക്കാൻ പാടെ പറഞ്ഞപ്പോൾ. പിന്നെ നമുക്ക് ജനലൊക്കെ ഇവിടെ തുറന്നിടാൻ പറ്റും. തുറന്നിട്ടാൽ അത്യാവശ്യം സാധനങ്ങൾ ജനലിൽ വെക്കാം, കുപ്പി ഗ്ലാസ്. പിന്നെ നമ്മുടെ പുതിയ അടുപ്പ്, ചായപാത്രം, മിക്സി ഇവിടെ വെച്ചു. പിന്നെ ജനലുള്ളത് കൊണ്ട് നമുക്ക് മണമൊക്കെ പുറത്ത് പോകും കേട്ടോ. പിന്നെ അടിയിലും ഒരു ഷെൽഫുണ്ട് കേട്ടോ. അപ്പോൾ അടിയിലും അത്യാവശ്യം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ.
പിന്നെ വേസ്റ്റ് എപ്പോഴെങ്കിലും എടുക്കാൻ വരുള്ളൂ. പിന്നെ ഇവിടേക്ക് ഒരു കാബോർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ള സാധനങ്ങൾ നമ്മൾ ഉള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ റാപ്പ് ഉണ്ട് കേട്ടോ. മുകളിൽ ഇങ്ങനെ ഒരു റാപ്പ് ബോർഡുണ്ട്. അത്യാവശ്യം അടുക്കള നമുക്ക് അവിടത്തേനെക്കാട്ടി നല്ല വലിപ്പമുള്ള അടുക്കള കേട്ടോ. കൊട്ടത്തളൊക്കെ എനിക്ക് നല്ല എന്താ പറയുക മാഷാ അല്ലാഹ് നമുക്ക് നിന്ന് നല്ല ഇതിൽ കഴുകാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അള്ളാൻ്റെ അനുഗ്രഹം നല്ലപോലെ ഒരു വീടും ഇതൊക്കെ കിട്ടിയല്ലോ. അടുപ്പ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീട് വാടക വീടാണെങ്കിൽ നമുക്ക് സ്വർഗ്ഗമാണ് കിട്ടിയിരിക്കുന്നത് പറയാം. നമുക്ക് എന്താ പറയുക സ്വന്തമായിട്ട് ഇത്ര വലുതൊന്നും നമുക്ക് സ്വന്തമായിട്ട് വേണ്ട, എന്നാലും ചാളപ്പെരയെങ്കിലും മതിയില്ലേ. അതിപ്പോൾ നമ്മൾ വാടക കൊടുത്തിരിക്കണതുകൊണ്ട് ചാളപ്പെരയിൽ പാമ്പും ഇതൊക്കെ വരും. അപ്പം നമ്മൾ അതേ വാടകയ്ക്ക് നല്ല നമ്മുടെ മക്കളുടെ സേഫ് നമ്മൾ നോക്കണ്ടേ, അതുകൊണ്ട് കൂടിയാണ് കേട്ടോ. ഇപ്പോൾ അടുക്കള എങ്ങനെ ഉണ്ട് എന്ന് പറയണം. ഇവിടെ പിന്നെ വാതിലിൻ്റെ മുക്കാട്ടോ ഇത്രേ ഉള്ളൂ. ഈ ഒരു 1 2 2 2 ഇങ്ങനെ കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം അടിയിലും സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ വേസ്റ്റ് ഇടാൻ അപ്പുറത്ത് കുഴിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, എല്ലാം കൊണ്ടും സൗകര്യമുണ്ട് അൽഹംദുലില്ലാ. സ്വന്തം ഇത്ര വലിയ സ്വന്തമായിട്ട് വീട് വേണ്ടെങ്കിലും ഒരു ചാളപ്പര കിട്ടിയ കേട്ടോ സ്വന്തമായിട്ട്. അപ്പോൾ നമുക്ക് വാടകയ്ക്ക് ആയതുകൊണ്ട് ഇരിക്കുക. അതിൻ്റെ ഇടയിൽ ഓരോ കമൻറ്റൊക്കെ ഞാൻ കണ്ടു, ജാടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എത്തിയപ്പോൾ ക്യാമറക്ക് അതൊരു കുഴപ്പം. അപ്പം ഞാൻ ടൗണിൽ പോയിട്ട് തുണികൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഒരു റൂം ഇതാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചെറിയ അയലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ റൂമിലുള്ള സാധനങ്ങൾ റെൻഷിമോളിൻ്റെ സാധനങ്ങളാട്ടോ. അത് മൊത്തം അവൾ പഠിക്കണതിൻ്റെയും വരക്കണതിൻ്റെയും ഒക്കെയാണ് കേട്ടോ. ബാത്റൂം കേട്ടോ. ഈ റൂമിലാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം നമുക്ക് വലിപ്പമുള്ള ബാത്റൂമാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട് കേട്ടോ. വൃത്തി വെടുപ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ അവിടുത്തെ ബാത്റൂമിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല. അപ്പോൾ അതെന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഹാങ്കറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ ഉള്ളതാണ് ഓൾറെഡി. പിന്നെ ഈ ഒരു ഫാൻ ഇവിടെ ഉള്ളതാണ് കേട്ടോ. അത് വർക്ക് ചെയ്യണില്ല, കുറേ നോക്കി വർക്ക് ചെയ്യണില്ല. അതുകൊണ്ട് അന്ന് നമ്മൾ ചൂടത്ത് കിടന്നത്. മുകളിലും വെക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ റൂമിൽ ബാത്റൂം വരുന്നുണ്ട്. പിന്നെ ജനൽ വരുന്നുണ്ട്, ഇവിടെ ജനൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ജനലൊന്ന് തുറന്നിട്ടാ കേട്ടോ. തുറന്നിട്ടപ്പോൾ നല്ല തൊടിയാട്ടോ അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട് നമുക്ക്. തൊടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പുറത്ത്. കുഴപ്പം കാറ്റോട്ടം കിട്ടും, അതുകൊണ്ട് ഞാൻ തുറന്നിട്ടതാട്ടോ. പിന്നെ നമുക്ക് അടുത്ത റൂം. പിന്നെ ഇതാ ഒരു വാഷ് സ്പേസ് ഉണ്ട് കേട്ടോ സെൻറ്ററിൽ. പിന്നെ വരുന്നത് നമ്മുടെ റൂമാണ്. ഇതിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കിടക്കാറ്. എനിക്ക് ചെറിയൊരു പനിയാണ്, അതുകൊണ്ട് അവൾ കിടക്കണം. പാത്തുക്കുട്ടി ഇവിടെ ബെഡിൽ കിടക്കും, ഞാനും റിയാസ്കിയും കട്ടിൽ കിടക്കും കേട്ടോ. ഇവിടെ 2 ജനൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ച അലമാറയാണ് കേട്ടത്, ഒരു കുഞ്ഞ് അലമാറ. നമ്മുടെ പഴയ അലമാറ കൊടുത്തു, എന്നിട്ട് ആ ബേസിക്ക് നമ്മൾ ഒരു കുഞ്ഞ് അലമായിക്കോട്ടെ കുറച്ച് ബേസിക്കും കൂടി കൂട്ടിയിട്ട് കുഞ്ഞ് അലമാറ മേടിച്ചു കേട്ടോ. തുണികളൊന്നും കൊള്ളൂല, എന്നാലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സെൻറ്ററിലൊരു ഇത് വരുന്നുണ്ട്. അത്യാവശ്യം തുണികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ഞി നന്നായി മടക്കണം, എന്തായാലും തികയില്ല. അപ്പോൾ ഉള്ളത് മതി. പഴയതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളൊരു കുഞ്ഞ് അലമാറ മേടിച്ചു കേട്ടോ. അപ്പോൾ ആ അലമാറയും പിന്നെ ആ തുണികളിടാൻ ഒരു കൊട്ടയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനൽ ഞാൻ മറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, നമുക്കൊരു കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് പുറത്ത് മുറ്റം ഇതിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പുറത്ത് പോകുമ്പോൾ മുറ്റം അവിടെ നിന്ന് എടുക്കട്ടോ, സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്ത് കേട്ടോ. റിയാസ്ക്ക് അവിടെ വണ്ടി നിർത്തും. അപ്പോൾ ഇത് പകൽ നല്ല ഇങ്ങനെ നോക്കിയൊക്കെ നമുക്ക് കാണാൻ പറ്റും, രാത്രി അവർക്ക് നമ്മളെ കാണും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഈ 2 ബെഡിൻ്റെ കവർ ഇങ്ങനെ ഇട്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാബോർഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഖുർആനും സെല്ല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത്. 2ലും മുസായിഫാണ് കേട്ടോ. പിന്നെ മുസല്ല അവിടെ വെച്ചു, എൻ്റെ ഇവിടെ വെച്ചു, റിൻഷിമോളുടെ അവിടെ വെച്ചു. അപ്പോൾ നമ്മുടെ പാത്തോട്ടി നല്ല ഉറക്കത്തിലാട്ടോ. അവൾക്ക് രാത്രി ഉറക്കില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഉറങ്ങും. ഇനി 2 ഇത് അടുക്കള, അത് റൂം. ഈ ഇടയിലാണ് ഫേസ് വാഷ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ റൂം അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകുട്ടി, അപ്പോൾ ഇവിടുന്ന് നോക്കി നമ്മുടെ ഹാള് ആ ഹാളാണോ വലിപ്പം ഈ ഹാളാണോ വലിപ്പം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് രണ്ടും പാടെ ഒരു കൺഫ്യൂഷൻ, ഇതാണോ അതാണോ എന്നുള്ളത് അറിയണില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കോണിയും ബില്ലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ ഫാനാണിത്, അത് വർക്ക് ചെയ്യണില്ല. ഈ ചൂടുകൊണ്ട് തിരിഞ്ഞ് അതിൻ്റെ എന്തോ പോയി. റിയാസ്ക്ക് പുതിയ കട്ടയൊക്കെ വാങ്ങിയിട്ട്, പക്ഷെ അത് വർക്ക് ചെയ്യണില്ല കേട്ടോ, തീരെ ഓടുന്നില്ല. പിന്നെ മണി ട്രീ നമ്മൾ ടി വിൻ്റെ മേലെ വെച്ചു.
പിന്നെ അവിടെ ഉണ്ടായിരുന്ന മണ്ണിട്ട് ഇവിടെ കുപ്പിയിൽ ജനലിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീട്. ഇഷ്ടപ്പെട്ട പറയണം. വാടക വീടാണ്, സ്വന്തം വീടല്ല കേട്ടോ. കുറേ പേര് സ്വന്തം വീടാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം വീടല്ല, വാടക വീടാണ്. അപ്പോൾ എനിക്ക് സ്വന്തം വീടാകാൻ വേണ്ടി എൻ്റെ കഥയൊക്കെ അറിയണവർ എനിക്ക് വേണ്ടി ഒരുപാട് പേര് നമ്മളെ എന്താ പറയുക നമ്മുടെ മുത്തുമണീസ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തിയതിൽ എൻ്റെ ഫാമിലീനെ ഉൾപ്പെടുത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെനിക്ക് വേണ്ടി ഒരുപാട് എന്നെ കൂട്ടാക്കി എനിക്കും വേണ്ടി ദുആ ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ പിന്നെ പ്രൈസൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചു കേട്ടോ. മറ്റേത് അവിടെ ആ ഹാങ്കറിൽ മാട്ടി വെച്ചു. ചുമയ കാരണം ഈ തൊണ്ടൊക്കെ. പിന്നെ മരുന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ വെച്ചു കേട്ടോ. അത് എൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ ഊരുപ്പെട്ട മരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഊരുപ്പെട്ട മരുന്ന് ഫുള്ളും ടപ്പം മരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആരോ പറഞ്ഞു ജാടയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനൊരു മറുപടി വേറെ ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് നന്ദി അങ്ങനെ പറഞ്ഞതിന്. എനിക്ക് ഞാൻ ജാടയൊക്കെ കാട്ടുകയാണെങ്കിലേ എന്താ പറയുക, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു സംഭവമേ അറിയില്ല. ചെറുപ്പം മുതലേ അതായത് നമുക്ക് എന്താ പറയുക കഷ്ടപ്പാടിൽ വളർന്നത് കൊണ്ട് നമുക്ക് ജാടിയും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ആ വീഡിയോയിൽ എന്ത് കണ്ടിട്ടാണോ ജാടാന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ബസ് പോകും കേട്ടോ. ഇടയ്ക്ക് ബസ് പോണ ഒരു റോഡാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ ബസ് ഉണ്ടാവും. ആ സമയത്തിന് ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ അവിടെ നിന്നതിന് പാലക്കാട്ടേക്കുള്ള ബസ് കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ. ജാടയൊക്കെ കാട്ടുകയാണെങ്കിൽ ഞാനിപ്പോൾ വിചാരമൊക്കെ കാട്ടുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഇതിനൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. ഭയങ്കര വിഷമമായിട്ടാ ജാട എന്ന് പറഞ്ഞപ്പോൾ. എനിക്കാണോ എൻ്റെ മോൾക്കാണോ ജാട എന്നുള്ളത്. ഞങ്ങളൊന്നും ജാടയൊക്കെ കാട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കും. എന്തൊക്കെ അലങ്കാരത്തിൽ നമ്മൾ ജീവിക്കും. ഒരു മേക്കപ്പും കൂടി ഇടില്ല. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി. പിന്നെ അതിനുള്ള മറുപടി ആരോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദി. ഞാൻ അവൻ്റെ മനസ്സ് നമുക്ക് പറയുന്നതിൻ്റെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കരുതേന്നാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞങ്ങളന്ന് ജസ്റ്റ് ഇവിടെ വെറി പിടിച്ചിരുന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കുട്ടികൾക്ക് വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞ് പോയതാട്ടോ. ജസ്റ്റ് ഒന്ന് പോയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പണിയാണ്. അപ്പം അതിങ്ങനെ ഒരു ഇതായൊന്നും വിചാരിച്ചില്ല. ആ സമയത്തിന് ഒരു ബൈക്കുകാരൻ വന്ന് ഇടിക്കേണ്ടതാണ് കേട്ടോ. എന്താ ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് സത്യം പറഞ്ഞാൽ അള്ളാൻ്റെ ഒരു കാവലന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് അള്ളാൻ്റെ അനുഗ്രഹം നല്ല ഉണ്ട്. അതുകൊണ്ട് ആരെന്തൊക്കെ തകർക്കാൻ നോക്കിയാലും നമ്മൾ തകരില്ല. കാരണം അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അള്ള ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്ന് വരെ ഞാനൊക്കെ ജീവിച്ചു പോണത് അള്ളാൻ്റെ ഒരു കാവലും അനുഗ്രഹം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തകർക്കാൻ നോക്കാൻ കുറേ പേരുണ്ടാവും, ശത്രുക്കളുണ്ടാവും. പക്ഷെ അതൊക്കെ അവർക്ക് തന്നെ തിരിച്ചു പോകുന്നുള്ളത് അവർ ആലോചിക്കണില്ല. അതാണ് ഉണ്ടാവണത്. നമ്മൾ നമ്മളെ ദ്രോഹിക്കണവർക്ക് അള്ളാഹ് ഇട്ട് കൊടുക്കുക. അള്ള കൊടുത്തോളും അതിനുള്ള ശിക്ഷ എന്താണെന്നുള്ളത് പടച്ചവൻ കൊടുത്തോളും എന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ എന്തായാലും പിന്നെ വാഷിംഗ് മെഷീനിൽ തുണികളിട്ടൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തിരിച്ചു വിടട്ടെ. ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വെയിലടിക്കാനായിട്ട് പട്ടിക വെച്ചാണ്. ഈ ബാത്റൂം ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ. ഇതാട്ടോ ബാത്റൂം. ഇവിടുത്തെ അത്യാവശ്യം വെയിറ്റ് വേണ്ട റൈസും. ഇത് ഇത്ര ഉള്ളൂ കേട്ടോ വലിപ്പം. ഇത് പുറത്തുനിന്ന് റൂമിൽ ഇത് പുറത്തൊക്കെ കുഴപ്പമില്ല കേട്ടോ മാത്രമൊന്നും. അപ്പോൾ ഞങ്ങൾ പാവങ്ങളാണ് കേട്ടോ. വാടക വീടാണ്. ഒരു സുഖമില്ലാത്ത മോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കരുത്. ഞങ്ങളെങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. പാവങ്ങൾ ഞങ്ങളെങ്ങനെയെങ്കിലും ജീവിച്ച് പോയി. ഇതിൽ നിന്നൊന്നും ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് കിട്ടില്ല. വർഷങ്ങളോളം എടുക്കും ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും യൂട്യൂബിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടാൻ. ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമുക്കൊന്നും ആ ഭാഗ്യം അടുത്ത് കൂടെയും കൂടി പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അതുകൊണ്ട് ആരും കുത്തി നോവിക്കരുത്. നമ്മളെങ്ങനെയെങ്കിലും പാവങ്ങൾ ജീവിച്ച് പോയിക്കോട്ടെ. നമ്മുടെ അവസ്ഥയും കാര്യമൊക്കെ അറിയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയും. അപ്പോൾ അവർ നമുക്ക് സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണണ്ട. നല്ല മനസ്സ്, നല്ല തൃപ്തിയോടെ മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട. ഞാനിപ്പോൾ കാണണമെന്ന് പറയണമെന്നില്ലല്ലോ.
അപ്പോൾ ഇതിൽ നിന്നൊന്നും നമുക്കൊരു വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടില്ല പറഞ്ഞാൽ വർഷങ്ങളെടുക്കും, ചിലപ്പോൾ 1 വർഷം 2 വർഷം അങ്ങനെ എടുക്കും. അപ്പോൾ എനിക്ക് ആകെ 2 വട്ടമേ കിട്ടിയിട്ടുള്ളൂ, 3ാമത്തെ വട്ടം കിട്ടാനാവണേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ അധ്വാനിച്ചാലേ നമുക്കിതിന് ഒരു ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അധ്വാനിക്കണം. എല്ലുമുറയെ പണിയെടുത്താൽ പല്ലുമുറയെ തിന്നാന്ന് പറയുന്ന പോലെ നമ്മൾ അധ്വാനിച്ചാലേ നമുക്ക് 10 രൂപ കിട്ടുള്ളൂ. അതിൽ മറ്റുള്ളവർ കുശുമ്പ് കണ്ടിട്ട് എന്താ കാര്യം? നമ്മുടെ ജീവിതമാണ് നമ്മളിതിലൂടെ ഞാൻ എൻ്റെ ഒരു ജീവിതമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. പക്ഷെ അതിൽ നിങ്ങൾ കുശുമ്പ് വിചാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ എനിക്കിത്രേ പറയുള്ളൂ, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ, ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടും ഞാൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടി ഞാനും എൻ്റെ തുകയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോം ടൂർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് റഹീസ് കുട്ടിക്ക്. ഇനി ഇത് വന്നിട്ട് 30 രൂപ കേട്ടോ, ഒരു കപ്പ് 3 90 രൂപ. അങ്ങനെ 3 മേടിച്ചു, 3 ആൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടി. പിന്നെ ഒരു മണി ട്രീ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വന്നാൽ വരട്ടെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളെക്കുറിച്ച് അറിയുന്നവർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയും. അപ്പോൾ എന്തായാലും നമ്മളെ സ്നേഹിക്കുക കേട്ടോ, തിരിച്ചും ഞങ്ങളും സ്നേഹിക്കും. എന്താ പറയുക, സങ്കടപ്പെടുത്തുന്ന കമൻ്റൊന്നും ആരും ഇട്ട് നമ്മളെ വേദനിപ്പിക്കരുത്. കാരണം ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മൾ. ഒരു കുട്ടിക്ക് 2 കുട്ടിക്ക് വയ്യാത്ത കുട്ടികളാണ്. അപ്പോൾ എന്താ പറയുക, വേദനയിൽ ജീവിക്കുന്നവരാണ് അവർ. ഞങ്ങളെ കുത്തി നോവിക്കരുത് ആരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ കാണുക, അല്ലെങ്കിൽ വീഡിയോ കാണണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് എന്നും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. എല്ലാത്തവർക്കും ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, എല്ലാവരും എന്നാൽ ശത്രുക്കളെ പോലും മിത്രങ്ങളെ കാണുന്ന ആളാണ് ഞാൻ. പക്ഷെ നമ്മളെ തിരിച്ച് ശത്രുതായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇരിക്കാനൊരു വീടാവാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. ഇത് എപ്പോഴും നമുക്ക് വാടക വീടായതുകൊണ്ട് മാറി മാറി പോകേണ്ടി വരും. അപ്പോൾ സ്വന്തമായിട്ടൊരു ചാളുണ്ടെങ്കിൽ അതൊരു ഇതല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേട്ടോ, നമ്മൾക്ക് ഒരു വീടാവാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ചുമരിലെ ചിത്രമൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല ഇഷ്ടപ്പെട്ടുള്ളൂ എനിക്ക്. എന്താ പറയുക, ചെറുപ്പം മുതൽ ഇപ്പോഴാട്ടോ ഞങ്ങൾ ജീവിച്ച് തുടങ്ങിയിട്ടുള്ളൂ, ജീവിതം എന്താണെന്ന് തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാനൊന്ന് ജീവിച്ച് തുടങ്ങിയത്. എൻ്റെ കുഞ്ഞുനാളിൽ കൂടി ഞാൻ നല്ല വീട്ടിലിരുന്നിട്ടില്ല, നല്ല ഫുഡ് കഴിച്ചിട്ടില്ല. പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ ആകണം. അപ്പോൾ ആരും കുത്തി നോവിക്കരുത്. സത്യം പറഞ്ഞാൽ ഞാൻ എത്ര വിഷമമുണ്ടെങ്കിലും കളിച്ച് ചെറിച്ച് വീടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആരും എന്നെ അതൊന്നും പറഞ്ഞ് വേദനിപ്പിക്കരുത് പ്ലീസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.